ഏതാണ്ട് 8 വയസ്സ് വരെയാണ് നമ്മളുടെ ഉപബോധ മനസ്സ് അതിൻ്റെ ഒരു പക്വതയൊക്കെ ആർജിക്കുന്നത്. അപ്പോൾ അറിയാലോ, നമ്മളുടെ പെൺകുട്ടികളെ പോലെയല്ല ചെറിയ ആൺകുട്ടികൾ, അവർ കരയുമ്പോഴോ അല്ലെങ്കിൽ അവരോട് നമ്മൾ പറയുന്ന പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നീ ഒരു ആൺകുട്ടിയല്ലേ കരയാവൂ, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടാകും. ഇവർ വളർന്നു വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമ്മൾ സ്ത്രീകൾ, പെൺകുട്ടികൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. ആൺകുട്ടികൾ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ മാക്സിമം അവരത് ഒളിപ്പിച്ച് വെക്കുക, മാറി നിൽക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക എന്നായിരിക്കും ചെയ്യാം. അപ്പോൾ ഈ നമ്മളെ പോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇവരും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും അത് മൂഡ് സ്വിങ് അല്ലെങ്കിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ഓക്കെ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരെന്ത് വിഷയം വന്നാലും അതിങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇവർക്ക് ഉണ്ടാവുന്നൊരു മാനസിക സംഘർഷം കൂടുതലായിരിക്കും. പലപ്പോഴും ഇത് വേറെ ആരും, ഇപ്പോൾ ഒരു ഫാമിലി എടുത്താൽ അല്ലെങ്കിൽ പാരൻസിനെ എടുത്താൽ, ഈവൻ വൈഫിനെ എടുത്താൽ, ചില നേരത്ത് കൊളീഗ്സിന് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോലെ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ ഫീലിങ്സും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഈവൻ നമ്മൾ ഒരു സ്ത്രീ ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുമ്പോൾ അതിന്റെ പാർട്ട്ണർ, ഓക്കെ, അവര് ഹൃദയത്തിൽ അല്ലെങ്കിൽ തലയിൽ ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ ഒരുമിച്ചാണ് ആ ഒരു ജേണി അവർ സ്റ്റാർട്ട് ചെയ്യുന്നതും നോക്കുന്നതും റെസ്പോൺസിബിൾ ആകുന്നതും എല്ലാം. പക്ഷേ നമ്മൾ ഇമോഷണലി എല്ലാം കാണിക്കുന്നു. പുരുഷന്മാർക്ക് അങ്ങനെ പറ്റാറില്ല. പല സിറ്റുവേഷനിലും അവർ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയണതല്ല. പക്ഷേ പലപ്പോഴും ചുറ്റുപാട് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കാണിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ പരിഗണന അവർക്ക് കൊടുത്തുകൂടാ, അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടാ, ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൂടാ? ഈവൻ പുരുഷന്മാരെ നിങ്ങളോടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് തന്നെ. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളോട് സംസാരിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമായിരിക്കും.